എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, പക്ഷേ ഇതൊരു ജനറൽ റീഡിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. എപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. കാരണം ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് കൃത്യമായിട്ട് നമുക്കറിയാം. തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാർഡുകളിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ തൻ്റെ പ്രതിസന്ധികളിൽ നിന്നും തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാനും തൻ്റെ പ്രതിസന്ധികളിൽ നിന്നും തനിക്ക് കരകയറാനും ആ വ്യക്തി നിങ്ങളെ വലിയ തരത്തിൽ ആശ്രയിക്കുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തിക്ക് വലിയ വിശ്വാസമാണ്. ജീവിതത്തിൽ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞതും നിങ്ങളുമായിട്ട് സൗഹൃദവും ബന്ധവും സ്ഥാപിക്കാൻ കഴിഞ്ഞതും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി പെരുമാറാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പരിഗണന അധികം ആർക്കും നൽകിയിട്ടുമില്ല. അത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങളാൽ കൃത്യമായ പരിഗണന, കൃത്യമായ ഒരു അംഗീകാരം കിട്ടിയ വ്യക്തി എന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് ആ വ്യക്തി കണക്കാക്കിയിരിക്കുന്നത്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ ആ പരിഗണനയും സ്നേഹവും ഉണ്ട്. ആ വ്യക്തി ജീവിതത്തിൽ കണക്കാക്കിയിരുന്ന കണ്ടുപോയ ഏറ്റവും അംഗീകരിക്കേണ്ട ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹവും സപ്പോർട്ടും ആ വ്യക്തിക്ക് മറ്റാരിൽ നിന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. ആ വ്യക്തി നിങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തന്നെ സഹായിക്കാനും തന്നെ സ്നേഹിക്കാനും ഈ വ്യക്തി എത്തും എന്നുള്ള കൃത്യമായ ഒരു ധാരണ ആ വ്യക്തിക്കുണ്ട്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ കാര്യവും. നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് മറ്റാരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ വളരെ ജെന്യുവിനായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടും സഹിക്കാനും ആ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്ത് കൊടുക്കാനും ഒക്കെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉള്ളപ്പോഴും ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ആ വ്യക്തിയെ സഹായിക്കാനും ആ വ്യക്തിക്ക് കൃത്യമായ സപ്പോർട്ട് നൽകാനൊക്കെ നിങ്ങൾ തയ്യാറാണെന്നും നിങ്ങളുടെ മനസ്സിൽ അതിൽ വലിയ വിശാലതയുണ്ടെന്നൊക്കെ ആ വ്യക്തി കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ ആ വ്യക്തി നൽകുന്നു. തനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത്. അതിന് കാരണം അത് തന്നെയാണ്. കഷ്ടപ്പെട്ട് ഏത് വലിയ റിസ്ക്കും ആ വ്യക്തിക്ക് വേണ്ടി എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഏത് വലിയ റിസ്ക്കും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സ് ആ വ്യക്തി കൃത്യമായി കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള മികച്ച ചിന്ത നൽകുന്നതിന് കാരണമാകുന്നു. നിങ്ങളെക്കുറിച്ച് മികച്ച രീതിയിൽ പോസിറ്റീവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ആയിട്ട് പോകുന്നത് ആ വ്യക്തി വലിയ തരത്തിലുള്ള ഒരു പ്രാധാന്യത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹവും മനസ്സും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതിനുള്ള സ്നേഹം എന്നോട് വേണമെന്നുള്ള ഒരു ചോദ്യം പോലും നിങ്ങൾ ഉന്നയിക്കുന്നില്ല. അത് ആ വ്യക്തിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്ത് ദുരിതമുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു 10 കൈ ആ വ്യക്തിക്ക് നേരെ നീളും. ആ വ്യക്തിക്ക് ആ ദുരിതത്തെ മറികടക്കാനുള്ള ശക്തി നിങ്ങൾ നൽകുമെന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രശ്ന സാഹചര്യത്തിലും നിങ്ങൾ നൽകുന്ന സ്നേഹം ആ വ്യക്തിയിലുണ്ടാകും. നിങ്ങൾ നൽകുന്ന പരിഗണന ആ വ്യക്തിയിലുണ്ടാകും. അതിനെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായ ധാരണയുണ്ട്. ആ സ്നേഹവും പരിഗണനയുടെയും വില ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ, നല്ല അവസ്ഥയിലല്ല, ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സ്നേഹവും
എപ്പോഴും കിട്ടും എന്നുള്ള ഉറപ്പ് ആ വ്യക്തിക്കുണ്ട്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ചിന്ത. എത്ര ദുഃഖകരമായ അവസ്ഥയിലാണെങ്കിലും, എത്ര മനസ്സിൽ ബുദ്ധിമുട്ടുള്ള സമയത്താണെങ്കിലും നിങ്ങളുടെ സഹായം, നിങ്ങളുടെ ശക്തി അത് ആ വ്യക്തിക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ, സമാധാനം അത് നിങ്ങളുടെ ഒപ്പം ജീവിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. അത് ആ വ്യക്തി കൃത്യമായിട്ടറിയാം. ഇത്രത്തോളം സമാധാനം ആ വ്യക്തി അനുഭവിച്ചത് നിങ്ങളോടൊപ്പം ജീവിച്ച സമയത്താണ്. നിങ്ങളോടൊപ്പം ജീവിച്ച സമയത്തല്ലാതെ ഒരു തരത്തിലുള്ള നല്ല സമാധാനം ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല, ലഭിച്ചിരുന്നില്ല. ആഗ്രഹിച്ചിരുന്നാൽ പോലും അത് ലഭിക്കുമായിരുന്നില്ല. പക്ഷേ നിങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ ഒരു ചൈതന്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ ആ വ്യക്തി സ്ഥാനം നൽകുമ്പോൾ ഹൃദയത്തിൽ ആ വ്യക്തിക്കൊരു ആത്മീയ ചിന്ത ഉണ്ടാകുന്നു, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അത് ആ വ്യക്തിക്ക് നിങ്ങളും തമ്മിലുള്ള വലിയ പ്രണയത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ തന്നെ അഗാധമായൊരു സ്നേഹമുണ്ട്. ഹൃദയങ്ങൾ തമ്മിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും അതിൻ്റെ ആഴം കൃത്യമായി അറിയണമെന്നില്ല. അത്രയും പോസിറ്റീവ് എനർജിയോടെ, അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ശക്തിയോടെ നിങ്ങൾ പ്രണയിക്കുകയാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മറ്റൊരാൾക്കും തിരിച്ചും ദുഃഖമായി മാറുന്നു. അതായത് വേദനകളും സ്വപ്നങ്ങളും സ്നേഹവും ഒക്കെ കൂട്ടിക്കലർന്ന് വളരെ സ്നേഹമയമായിട്ട് പോകുന്ന രണ്ട് വ്യക്തികൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഏറ്റവും വലുതാണെന്നുള്ളതാണ്. ആ വ്യക്തിയുടെ ബുദ്ധിയിൽ, ആ വ്യക്തിയുടെ സമനിലയിൽ, ആ വ്യക്തിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നിങ്ങളെ മാത്രമേ ആ വ്യക്തി പരിഗണിക്കൂ, നിങ്ങളെ മാത്രമേ സ്നേഹിക്കൂ. എത്ര ദുർഘടമായ സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കുക, നിങ്ങൾക്കൊപ്പം നിലപാടെടുക്കുക, നിങ്ങൾക്കൊപ്പം നിലകൊള്ളുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്ത ആ വ്യക്തി പ്രകടിപ്പിക്കുകയോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയുമായി ആ വ്യക്തി മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യില്ല. ആ വ്യക്തി വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളായിട്ടുള്ള ബന്ധത്തെ കാണുന്നത്. അല്ലാതെ ഉഴപ്പൻ മട്ടിലല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം വന്നതൊന്നുമല്ല. നിങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിച്ച്, വ്യക്തമായി അറിഞ്ഞ്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ അളവും കോലും ഒക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങളെ വേണമെന്നുള്ള രീതിയിലാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോൾ ഒരുപാട് പേര് ആ സ്നേഹത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഇയാൾ മോശമാണ്, ഇയാൾ വിശ്വസിക്കരുത്, അങ്ങനെ പല ഘടകങ്ങളും നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചപ്പോൾ ആ വ്യക്തിയെ ആളുകൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാൻ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയുകയില്ല. കാരണം അത്ര അളവിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ടാണ്. വൃഥാ സ്നേഹിക്കുകയായിരുന്നില്ല, വളഞ്ഞ് തിരിഞ്ഞു വന്നൊരു സ്നേഹമാണ്. ഒരുപാട് തെറ്റിദ്ധാരണയ്ക്ക് ശേഷം വന്നൊരു സ്നേഹമാണ്. ഇനി ആർക്കും തെറ്റിദ്ധരിക്കാൻ കഴിയില്ല. കാരണം ഉറച്ച സ്നേഹവും ആഴത്തിലുള്ള ബന്ധവും നിങ്ങൾ തമ്മിലുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് അതിനുള്ള സ്ഥാനവും ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.